എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്ത ആഴ്ച മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാകാൻ പോകുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസാകാൻ പോകുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്നലെ രാവിലെ 9 മണിയോടെ ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ ഇന്ത്യയിലെ വിവിധ മേഖലയിൽ ആരംഭിച്ചിരുന്നു. ബുക്കിംഗ് തുടങ്ങി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബുക്ക് മൈ ഷോ ഹാങ് ആവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ വമ്പൻ റെക്കോർഡ് ഇട്ടുകൊണ്ടായിരുന്നല്ലോ എമ്പുരാന്റെ തുടക്കം. ഇന്ത്യയിലെ ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡിലേക്ക് ലിയോയെയും പുഷ്പ 2-നെയും കൽക്കിയെയും എല്ലാം തന്നെ മറികടന്നുകൊണ്ട് എമ്പുരാൻ എത്തിയിരിക്കുകയാണ്. അതേസമയം ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ 3,40,00,000 എന്ന ചിത്രത്തിന്റെ പ്രീസ് കളക്ഷൻ വന്നിരുന്നത്. രണ്ടാം മണിക്കൂറിൽ അത് 4 കോടിയിലേക്കും 3-ാം മണിക്കൂറിൽ 5 കോടിയിലേക്കും ഇന്ന് ഈവനിങ്ങോടെ പുറത്തുവന്ന റിപ്പോർട്ടിൽ പ്രകാരം അത് 6 കോടിയിലേക്കും എത്തപ്പെട്ട സിനിമ ഇന്ന് വൈകിട്ടോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ പ്രീസെയിൽ അപ്ഡേറ്റുകൾ പ്രകാരം അത് 8 കോടിയിലേക്ക് കടന്നിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ബുക്കിംഗ് ആരംഭിച്ച് വെറും 14 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 8,13,00,000 എന്ന പ്രീസെയിൽ കളക്ഷനിലേക്ക് റെക്കോർഡ് പ്രീസെയിൽ കളക്ഷനിലേക്ക് എമ്പുരാൻ എത്തപ്പെട്ടിരിക്കുകയാണ്. എമ്പുരാന്റെ ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് പ്രേക്ഷകരുടെ സംശയമായിരുന്നു ലിയോന്റെ FT കളക്ഷനായ 12 കോടി എന്ന ആ കളക്ഷൻ എമ്പുരാൻ മറികടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ബുക്കിംഗ് ആരംഭിച്ച് വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലിയോന്റെ ഫൈനൽ കേരള പ്രൈസ് കളക്ഷനായ 6 കോടി രൂപ എമ്പുരാൻ സിമ്പിളായിട്ട് മറികടന്നിരിക്കുകയാണ്. നിലവിൽ 8 കോടിയും പിന്നിട്ട എമ്പുരാന്റെ കേരള പ്രൈസ് കളക്ഷൻ ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിന്റെ കേരള പ്രൈസ് കളക്ഷൻ 10 കോടിയിലേക്ക് എത്തപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ലിയോന്റെ FT കളക്ഷനായ 12 കോടി എന്ന റെക്കോർഡ് കളക്ഷൻ എമ്പുരാന്റെ റിലീസിന് ഇനിയും 5 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഈ ട്രെൻഡിങ് വെച്ച് പോവുകയാണെങ്കിൽ ലിയോന്റെ FT കളക്ഷനായ 12 കോടി എന്ന കളക്ഷൻ എമ്പുരാന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് തന്നെ മറികടക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലിയോന്റെ FT കളക്ഷനായ 12 കോടിയെല്ലാം തന്നെ ആദ്യ ദിനം സിമ്പിളായിട്ട് തന്നെ ലാലേട്ടൻ മറികടക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നലെ വൈകിട്ടോടെ അപ്ഡേറ്റ് ആക്കപ്പെട്ട ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 27 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ 27 കോടി രൂപയിൽ 17 കോടി രൂപയും ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 8 കോടിക്ക് മുകളിൽ രൂപ പ്രീസ് കളക്ഷൻ നേടിയ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ പ്രീസ് കളക്ഷൻ 10 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 27 കോടിയിലേക്ക് ചിത്രത്തിന്റെ പ്രീസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. എമ്പുരാന്റെ റിലീസിന് ഇനിയും 5 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 40, 45, 50 കോടി വരെ നിലവിൽ ഈ ട്രെൻഡിങ്ങിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.